നമസ്കാരം. പ്രധാന വാർത്തകൾ. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സസ്പെൻഷനിലുള്ള കോൺഗ്രസ് അംഗം ശൈലജ ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണിയന്തടം ശ്രീഭദ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. വാർത്തകൾ വിശദമായി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സസ്പെൻഷനിലുള്ള കോൺഗ്രസ് അംഗം ശൈലജ ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സെലിൻ ജെറോമിനെ 5-നെതിരെ 3 വോട്ടുകൾക്കാണ് ശൈലജ പരാജയപ്പെടുത്തിയത്. 3 അംഗങ്ങളുള്ള LDFന്റെ വോട്ടും ശൈലജയ്ക്ക് ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ സെലിൻ ജെറോമിനെ ഭരണകക്ഷിയിലെ ഒരു വിഭാഗം അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് അംഗങ്ങൾ സസ്പെൻഷനിൽ ആയിരുന്നു. അച്ചടക്ക നടപടി നേരിട്ട 4 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്ന് അവരിലൊരാളായ ശൈലജ ബാലകൃഷ്ണനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുകയായിരുന്നു. LDFന്റെ 3 വോട്ടുകൾ കൂടി നേടിയ ശൈലജ 7 വോട്ടുകളോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നെ വിജയിപ്പിച്ച എല്ലാ മെമ്പർമാർക്കും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കുമാരമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായത് മുൻ പ്രസിഡന്റ് സെലിൻ ജെറോം തന്നെയാണ്. അച്ചടക്ക നടപടി നേരിട്ടിരുന്നെങ്കിലും സെലിൻ ജെറോം നൽകിയ വിശദീകരണം പാർട്ടി അംഗീകരിക്കുകയായിരുന്നു. സെലിന് 5 വോട്ടുകളാണ് കിട്ടിയത്. ലീഗ് അംഗവും കേരള കോൺഗ്രസ് അംഗവും 2 സ്വതന്ത്രരുമാണ് സെലിൻ ജെറോമിനെ അനുകൂലിച്ചത്. BJP വിട്ടുനിന്നു. ശൈലജയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച LDF പ്രകടനം നടത്തി. പഞ്ചായത്ത് ഭരണത്തിലെ UDF കുത്തക അവസാനിപ്പിച്ചതായി LDF അവകാശപ്പെട്ടു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MM മാത്യു നേതൃത്വം നൽകി. അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രം മുഖ്യമന്ത്രിയായ ഒരു ഭരണമാണ് അവസാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ താൽപ്പര്യത്തിനുതകുന്ന ഒരു രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ വികസന പ്രവർത്തനങ്ങൾ നേരെ ചൊവ്വെ നടത്തുവാനോ കഴിയാത്ത ഈ പ്രദേശത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തായി കുമാരമംഗലം മാറിയിരുന്നു. ആ വികസന വിരുദ്ധ സമീപനത്തിന് എതിരായിട്ടുള്ള നിലപാടെടുത്ത മെമ്പർമാരെ അഭിവാദ്യം ചെയ്യുകയാണ്. തുടർന്ന് ജനങ്ങളുടെ ഹിതത്തിന് സോളാർ തട്ടിപ്പ് കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സിവിൽ സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. ജില്ലാ സെക്രട്ടറി നിഷാദ് വി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി R പ്രശോഭ്, ജില്ലാ പ്രസിഡന്റ് KP സുമോദ്, ജോസിൽ സെബാസ്റ്റ്യൻ, KK ഷിംനാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഭരണത്തിനകത്ത് മാഫിയ സംഘങ്ങൾ ഇടപെടുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ സ്വഭാവ സവിശേഷതയെ സംബന്ധിച്ചൊന്നും പറയുവാൻ ഡിവൈഎഫ്ഐ പ്രസ്ഥാനമാണല്ല. അവരുമായാണ് മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധം. ഏതു സമയത്തും മുഖ്യമന്ത്രിയെ വിളിക്കുന്നതിനും ഏത് സമയത്തും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിനും ഏത് സ്വാതന്ത്ര്യവും എടുക്കുന്നതിനുള്ള അവകാശം സരിത എസ് നായർക്കുണ്ട്. ആ സരിത എസ് നായരാണ് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ലോകമറിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. 2 പേഴ്സണൽ സ്റ്റാഫിലെ ആളുകൾ അല്ലെങ്കിൽ കൂട്ടത്തിൽ നടക്കുന്ന ആരെങ്കിലും ആളുകളുടെ തലയിൽ വെച്ചിട്ട് ഒഴിവായി പോയി കളയാമെന്ന നയസമീപനമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ആകെ സമീപനമാണ്. കേന്ദ്രത്തിൽ ഇത് തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മൻമോഹൻ സിംഗ് ഒരു അഴിമതിയും അറിഞ്ഞിട്ടേയില്ല എന്നാണ് പറയുന്നത്. ആ മന്ത്രിസഭയ്ക്കകത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ടവന്റെ തലയിലേക്ക് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തം കെട്ടിവെച്ചു കൊടുക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത ഒരു പാവയെ പോലെ മൻമോഹൻ സിംഗ് മാറി നിൽക്കും.
അഴിമതിയുടെ കൂത്തരങ്ങായി കോൺഗ്രസിന്റെ ഭരണം മാറുമ്പോഴും മൻമോഹൻ സിംഗ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. സോണിയാഗാന്ധിയും പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. അതേ സമീപനം ഉമ്മൻചാണ്ടിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. എല്ലാം പേഴ്സണൽ സ്റ്റാഫിന്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുകയാണ്. ഒരു മന്ത്രിയുടെ വീട്ടിനകത്ത് കയറി ചെന്ന് അയാളുടെ കാമുകിയുടെ ഭർത്താവ് മന്ത്രിയെ കുനിച്ചു പിടിച്ചിരിച്ചിട്ട് അന്ന് തന്നെ മന്ത്രിയുടെ ഭാര്യ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കനത്ത മഴയിൽ തൊടുപുഴ രാമമംഗലം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടുകൂടി മണക്കാട് ജംഗ്ഷന് സമീപം മണ്ണിടിയുകയായിരുന്നു. JCB എത്തി മണ്ണ് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സമീപത്തുള്ള മൺതിട്ടയും അപകട ഭീഷണിയിലാണ്. മണിയന്തടം ശ്രീഭദ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. തന്ത്രി പുതുമന ഹരിശങ്കർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. വണ്ണപ്പുറം സ്വദേശികളായ തിരുമുവൈദ്യൻ ബേബിയെയും സഹോദരൻ ടോമിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വണ്ണപ്പുറം പഞ്ചായത്ത് അധികാരികളുടെ ഒത്താശയോടെ ഉള്ള ചിലരാണ് അക്രമത്തിന് പിന്നിലെന്ന് LDF കൺവീനർ KM സോമൻ ആരോപിച്ചു. ഈ മാസം 20-ന് വണ്ണപ്പുറം ടൗണിൽ LDF നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തും. ധൈര്യം നൽകിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരം വഴിവിട്ട നിലപാടിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ലോൺ എടുത്ത് ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം പണിത പുളിക്കയിൽ സാബുവിന് കോടതി വിധി ഉണ്ടായിട്ടും കെട്ടിട നമ്പർ കൊടുക്കാത്തത് മറ്റൊരു ഉദാഹരണമാണ്. പഞ്ചായത്ത് ഭരണം അഴിമതിയും രാഷ്ട്രീയ പക്ഷപാതവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം നടക്കുന്നില്ല. സെക്രട്ടറി NP സലീം പഞ്ചായത്ത് മിനിസ് ബുക്കുമായി കടന്നിട്ട് 1 മാസം കഴിഞ്ഞു. പഞ്ചായത്തിന്റെ കുത്തഴിഞ്ഞ ഈ സ്ഥിതി മാറ്റിക്കുന്നതിനും ചെമ്പോത്തിനാൾ കുര്യനും മകനും കൂടി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഈ വരുന്ന 20-ാം തീയതി വണ്ണപ്പുറം ടൗണിൽ LDF നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയാണ്. പഞ്ചായത്ത് അധികാരികൾ തെറ്റ് തിരുത്തുന്നില്ല എങ്കിൽ പഞ്ചായത്തിന് ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനും LDF തീരുമാനിച്ചിരിക്കുകയാണ്. ESI ഗുണഭോക്താക്കളുടെ യോഗം തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നടന്നു. ESI ഗുണഭോക്താക്കൾക്ക് ഏത് ആശുപത്രിയിലും ചികിത്സ തേടുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ESI ഗുണഭോക്തൃ ഫോറം ചെയർമാൻ MN സുരേഷ്, കൺവീനർ TM സുനിൽ എന്നിവർ നേതൃത്വം നൽകി. തീരുമാനിച്ചത് ESIയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെയും നമുക്ക് നാളുകളിൽ സമൂഹത്തിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിനകത്ത് പരസ്പരം നമുക്കൊന്ന് സഹകരിക്കാനും ബന്ധപ്പെടാനും നമ്മുടെ പ്രശ്നങ്ങളിൽ പരസ്പരം ഒന്ന് ഇന്ററാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് എല്ലാവരും പരസ്പരം ഒന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു പ്രശ്നങ്ങളിലാണെങ്കിലും യൂണിയനോ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആയിട്ട് ബന്ധമില്ല. നമുക്ക്
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയല്ല, ഒരു യൂണിയൻ അല്ല. നമ്മൾ ESI തൊടുപുഴയിലെയും ഇടുക്കി ജില്ലയിലെയും ESI ഗുണഭോക്താക്കളുടെ മാത്രം സംഘടനയാണ്. ESI ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മറ്റ് ESI നമുക്ക് കിട്ടേണ്ട നിഷേധിക്കപ്പെടുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നമുക്ക് പരസ്പരം കൂടുതൽ ആളുകളെ നമ്മളെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അതിൽ പങ്കെടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നോടെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. നമ്മൾ കൂടുതൽ വരുന്ന സമരം ചെയ്യുമ്പോൾ പരാജയപ്പെടരുത്. നമുക്ക് വരുന്ന സമരം ശക്തമായ സമരമായിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഭരണാധികാരികൾ വരെ ഞെട്ടുന്ന രീതിയിലുള്ള സമരപരിപാടികൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇത്ര ആളുകൾ സംഘടിച്ചാൽ തീരുമാനിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സസ്പെൻഷനിലുള്ള കോൺഗ്രസ് അംഗം ശൈലജ ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണിയന്തടം ശ്രീഭദ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.